ടു അവർ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഫ്രൈഡേ ഈവനിങ് ആണ്. ഞാൻ വൈകുന്നേരത്തെ ഒരു പലഹാരത്തിൻ്റെ പണിയിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് അടയാണ്. ഗോതമ്പ് പൊടിയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. സാധാരണ ഞാൻ എപ്പോഴും അരിപ്പൊടിയും കൊണ്ടാണ് ഉണ്ടാക്കാറ്. ചിലപ്പോൾ ഇച്ചിരി റവ അതിൽ ചിലപ്പോൾ ചേർക്കാറുണ്ട്, ചിലപ്പോൾ. അതല്ലാതെ ഗോതമ്പ് പൊടിയും കൊണ്ട് ഞാൻ ഈ രീതിയിൽ അട ഉണ്ടാക്കിയിട്ടില്ല. ചക്ക നമുക്ക് ഈ വരട്ടി വയ്ക്കില്ലേ, അതുകൊണ്ടിട്ട് ഞാൻ ഗോതമ്പ് പൊടിയും കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ രീതിയിൽ ഉണ്ടാക്കണം ആദ്യമാണ് കേട്ടോ. അതായത് ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഓട്ടടയാണ് ഗോതമ്പ് പൊടിയിൽ കേട്ടോ. അപ്പോൾ ഓട്ടട എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. കാരണം അതിങ്ങനെ ആ ചട്ടിയുടെ ചൂടിൽ മുരിഞ്ഞ് വരുമ്പോൾ വാഴയിലയുടെ ടേസ്റ്റൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അതിന്. അപ്പോൾ പുഴുങ്ങിയെടുത്താലും ടേസ്റ്റാണ്, എന്നാൽ ഈ ഓട്ടടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ കെട്ടിയോന് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഷൈചേട്ടൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫ്രൈഡേ ആണ് എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കാറ്. ബാക്കിയുള്ള ദിവസങ്ങളിൽ എനിക്ക് ഉണ്ടാക്കാൻ നല്ല മടിയാണ്. കാരണം വേറെ ആരുമില്ല, ഞാൻ പാറുവും മാത്രമേ ഉള്ളൂ. ഷൈചേട്ടനും കൂടി ഉള്ള ദിവസമാണ് പലഹാരമൊക്കെ ഉണ്ടാക്കിയാൽ ഒന്ന് എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കാനൊരു സന്തോഷമല്ലേ. പിന്നെ പാറുവിന് ഇടയ്ക്കും തലക്കൊക്കെ ഞാൻ പഴംപൊരി ഉണ്ടാക്കി കൊടുക്കും കേട്ടോ, അവളുടെ ഫേവറേറ്റ് ആയതുകൊണ്ട്. അപ്പോൾ അതല്ലാതെ ഇങ്ങനത്തെ ഡീറ്റെയിൽഡ് പലഹാരങ്ങളൊക്കെ, നാടൻ പലഹാരങ്ങളൊക്കെ വളരെ ചുരുക്കമാണ്. അപ്പോൾ ശർക്കര പാനിയാക്കി വെച്ചത് തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ ചിരണ്ടി എടുക്കാണ് കേട്ടോ. ഇത് 2 കട്ട ഉണ്ടായിരുന്നു ശർക്കര. അപ്പോൾ ഒന്ന് ഞാൻ പാനിയാക്കിയപ്പോൾ ഒരു തരി അഴുക്കില്ല, നല്ല ശർക്കരയായിരുന്നു. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഇതും ഇതുപോലെ തന്നെ ചിരകിയിടുന്നത്. എന്തായാലും സക്സസ്ഫുള്ളായിട്ട് ചിരകിയിട്ടിട്ടുണ്ട്, മുഴുവനൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇത്തിരി ജീരകവും കൂടെ ചേർക്കണം. അപ്പോൾ ഞാൻ വാങ്ങിച്ച മസാല ബോക്സ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രയത്നമാണ് കേട്ടോ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കണേ. ഇത് അടിപൊളി സാധനമാണേ. ഞാൻ മീഷോന്നാണ് വാങ്ങിച്ചത്. അത്യാവശ്യം ചെറുതാണ്, ഭയങ്കര വലുതല്ല. നമുക്ക് വളരെ ഹാൻഡി ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ ഈ ഹൈറ്റ് ഉള്ളത് കൊണ്ട് കുറച്ച് നമുക്ക് ക്വാണ്ടിറ്റി കൊള്ളുകയും ചെയ്യും. പക്ഷേ ഇത് ഒരുപാട് മെമ്പേഴ്സൊക്കെ ഉള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ പൊടികൾ പെട്ടെന്ന് തീർന്നു പോകും. ഇപ്പം ഞങ്ങൾ 2 പേരും മാത്രം ഉള്ളതുകൊണ്ട് അത്രയ്ക്കൊക്കെയല്ലേ ഉപയോഗിക്കുള്ളൂ. അതുകൊണ്ട് എനിക്ക് അത്രയും നമുക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇത്രയും കള്ളികളുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഒരെണ്ണത്തിൽ തന്നെ വെക്കാം. അപ്പോൾ നമുക്കിങ്ങനെ തുറക്കുക, അടക്കുക, അത് കഴിഞ്ഞ് അതെടുക്കുക, ഇതെടുക്കുക. അപ്പോൾ ചിലപ്പോൾ പൊടി കരിഞ്ഞു പോയെന്ന് വരിക്കും. എനിക്കങ്ങനെ പലപ്പോഴും സംഭവിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാനിത് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യം പറഞ്ഞിരുന്നുകൊണ്ട് നമ്മുടെ റെസിപ്പിയുടെ കാര്യം ഞാൻ വിട്ടുപോകുന്നു. അപ്പോൾ ഞാനതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് ഉണ്ടാക്കാമെന്നറിയാം, എന്നാലും ഞാൻ ഉണ്ടാക്കേണ്ട രീതി ചുമ്മാ ഒന്ന് പറഞ്ഞതാണ്. ഇത്തിരി ജീരകവും കൂടി ഇട്ടു, തേങ്ങ ആവശ്യത്തിന് ഇട്ടു, പിന്നെ ഒരു മേമ്പൊടിക്ക് ഞാൻ ഒരിച്ചിരി പഞ്ചസാര ഇട്ടു. കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ്, മധുരം ഒന്ന് എൻഹാൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ പഞ്ചസാര ഇടുന്നത് നല്ല കേട്ടോ ശർക്കര ചേർക്കുമ്പോൾ. അങ്ങനെ തേങ്ങ ആവശ്യത്തിന് എടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ്. അപ്പോൾ മിക്സ് അവിടെ റെഡി ആയിരിക്കട്ടെ, നമുക്ക് ഇലയിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഒന്ന് ഇങ്ങനെ പരത്തുമ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കയ്യിൽ ഒട്ടുന്നതായിട്ട് തോന്നും, നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ ഇതുപോലെ വെള്ളം വെച്ചിട്ട് ആ വെള്ളത്തിൽ നിന്ന് കൈ മുക്കിയിട്ട് ഇതുപോലെ പരത്തിയാൽ ഈസി ആയിട്ട് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ടെക്നിക്ക്. അമ്മമാരൊക്കെ ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സൈഡിലൊരു പാത്രത്തിൽ ഇത്തിരി വെള്ളം ഉണ്ടാവും. അപ്പോൾ കാര്യമായിട്ട് അങ്ങ് പരത്തിയെടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഇതുപോലെ ഫില്ലിങ്ങും കൂടെ വെച്ച് അങ്ങ് അടച്ചു വെച്ചാൽ മതി. നമ്മുടെ ഇലയട ഏകദേശം പകുതി പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങ് പുഴുങ്ങിയെടുക്കുകയോ അതല്ലാതെ ചുട്ടെടുക്കുകയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. അങ്ങനെ ഞാൻ എല്ലാം ഏകദേശം ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ 2 എണ്ണം ഞാൻ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സംഭവം നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരെണ്ണം ഇതുപോലെ വെച്ചത് കൊണ്ടാണോ എന്താണെന്നറിയില്ല, ലീക്കായിട്ട് മൊത്തത്തിൽ ആ ചട്ടിയിൽ ശർക്കരപ്പാനി ഒഴുകിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം ചട്ടിയിൽ ചൂടോടുകൂടെ വെള്ളം ഒഴിക്കാനും പറ്റില്ല, പിന്നെ തണുത്തിട്ടൊക്കെ ഉണ്ടാക്കാൻ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ബാക്കിയുള്ളതങ്ങ് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് അങ്ങ് പുഴുങ്ങിയെടുക്കാമല്ലോ എന്ന്. അത് ടേസ്റ്റ് തന്നെയാണല്ലോ. അപ്പോൾ ഇതാണ് ഷൈച്ചേട്ടന് ഭയങ്കര ഇഷ്ടം കേട്ടോ, ഇങ്ങനെ ഈ വാഴയിലയിൽ ഇങ്ങനെ മുരിഞ്ഞു വരുന്ന ആ നമ്മുടെ ഓട്ടട. അപ്പോൾ ഇത് എന്തായാലും ഷൈച്ചേട്ടനുള്ളതായിട്ടുണ്ടല്ലോ, അതെനിക്കൊരു സമാധാനം. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അത്. ബാക്കിയുള്ളത് ഞാൻ അത് ഇതുപോലെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. എനിക്കങ്ങനെ ഓട്ടട വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇതാണെങ്കിലും എനിക്കിഷ്ടമാണ്. അപ്പോൾ എന്നാൽ ബാക്കിയുള്ളത് അങ്ങനെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു.
അപ്പോൾ ഇങ്ങനെ മാറി മാറി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് പിള്ളേർക്കും അതൊരു സന്തോഷമാണ് കേട്ടോ. കാണാത്ത ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ പിള്ളേർ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അതുങ്ങൾക്ക് എന്താണെന്നുള്ളൊരു തിരിച്ചറിവൊക്കെ ഉണ്ടാകും. പാറു ഇപ്പോൾ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കണേ. അവൾക്ക് നേരത്തെ ഉണ്ടാക്കി ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അവളങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല, അവൾക്ക് ഓർമ്മയില്ല. നമ്മൾ പീസാക്കി ഒന്ന് വായിൽ വെച്ച് കൊടുക്കും എന്നല്ലാതെ സംഭവം ഇങ്ങനെ നേരിട്ട് കണ്ട് കഴിക്കലൊക്കെ ചുരുക്കമാണ്. അപ്പോൾ ഇപ്പം അവൾക്ക് തിരിച്ചറിവായി വരുന്നതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടാലും മനസ്സിലാവും കേട്ടോ. പിന്നെ അതാ ഞാനൊരു ഗ്ലാസ് ചായ എടുത്ത് കുടിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഞാൻ ചായ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഗ്യാപ്പിൽ ഞങ്ങൾ 3 പേരും കൂടെ ഈ ഉണ്ടാക്കിയ ഓട്ടട അകത്താക്കി കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. പാറുവിനും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവൾക്ക് ഈ ഓട്ടട നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതിന് ശേഷം നമ്മൾ ആവിയിൽ പുഴുങ്ങിയ അട കൊടുത്തപ്പോൾ ഇഷ്ടപ്പെട്ടു, എന്നാലും ഓട്ടടയിൽ അത്ര ഇഷ്ടമായില്ല എന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഞാനൊരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അവൾ എന്നെ കളിക്കാൻ വിളിക്കുന്നുണ്ട്. അവിടെ ഭയങ്കര കളിയാണ് പാറു. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ഞാൻ പിന്നെ വരാമെന്ന്. പിന്നെ TV വെച്ചിട്ടുണ്ട് ഷൈച്ചേട്ടൻ. അപ്പോൾ അവിടെ ഇരുന്ന് TV കാണുന്നതിന് എന്തൊക്കെയോ സംസാരവും ഞങ്ങൾ തമ്മിൽ നടത്തുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പാറു എൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ടുണ്ട്. അത് കളിക്കാനായിട്ട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്തു തരാനൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിങ്ങനെ ജോയിൻ ചെയ്ത് ഒരു ഷേപ്പ് ആക്കലാണ് അവൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ അത് എന്നോടും കൂടെ കൂടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനും ഇടയ്ക്ക് അവിടെ ഇരുന്ന് കളിക്കാറുണ്ട് കേട്ടോ ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട്. അങ്ങനെ പാറുക്കുട്ടി വന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് അവൾ ഞാൻ വരില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവളങ്ങ് പോയിട്ടോ. പിന്നെ എനിക്ക് ഇത്തിരി പണിയുണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ പോവാതിരുന്നത്. എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ അവളുടെ കൂടെ പോയി കുറച്ച് നേരമൊക്കെ ഇരുന്ന് കളിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അവൾ അങ്ങോട്ട് പോയി. പിന്നെ ഞാൻ എൻ്റെ പണി നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നു. നമ്മുടെ അടയായോ എന്ന് നോക്കണ്ടേ. അപ്പോൾ അട ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അട അത്യാവശ്യം ഒന്ന് ആവിയൊക്കെ ഒന്ന് ഇതായി വന്നിട്ടുണ്ട്. ഞാൻ തുറന്നു നോക്കിയപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ നമ്മൾ വെക്കുമ്പോഴേ നമ്മൾ ഈ വാഴയിലയിലാവുമ്പോൾ എല്ലാം ഇങ്ങനെ ചേർന്നിരിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഗ്യാപ്പിൽ ആവി കയറാതെ വേകാതെ ഇരിക്കും. അപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്നത് ഈ വാഴയിലയുടെ നടുക്കുള്ള ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, കട്ടിയുള്ള ഭാഗം സ്റ്റെം, അത് പീസാക്കി അങ്ങ് ഇട്ട് കൊടുക്കും. ഇപ്പം നമുക്ക് അതൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ സ്പൂണുണ്ടല്ലോ, നമ്മുടെ സ്റ്റീൽ സ്പൂൺ, അതങ്ങ് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് വരുന്നതുകൊണ്ട് നന്നായിട്ട് റെഡിയായി കിട്ടും. അതൊരു ടിപ്പാണ് കേട്ടോ. അപ്പം നമ്മുടെ അടയും നല്ല സൂപ്പറായിട്ട് കിട്ടി. ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഉച്ചയ്ക്ക് ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ വെച്ച് ഡിന്നറും കഴിച്ചു. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം ഇതുപോലെ ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നാൽ എനിക്കുള്ളതാണ്. ചെടികളുടെ അടുത്തൊക്കെ പയ്യെ നിന്നിട്ടൊക്കെ ഞാൻ അടുക്കളയിലേക്ക് പോവുള്ളൂ. അപ്പോൾ ജനൽ തുറക്കുമ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഇത്ര നിൽക്കും കേട്ടോ. എന്തായാലും ഞാൻ എഴുന്നേറ്റ് ഉടനെ ജനലൊക്കെ അങ്ങ് തുറന്നിടും. അല്ലെങ്കിൽ എന്തോ ഒരു ശ്വാസം മുട്ടൽ പോലെയാണ് എനിക്ക്. എന്തോ ചെയ്ത് തീർക്കാതെ എന്തോ ഇട്ടിട്ട് പോകുന്ന പോലെയാണ് എനിക്ക് കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ വെയിലും കൊണ്ട് ചെറിയ ഇളം കാറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു പരുവത്തിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം വെയിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കുറച്ച് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഡയറക്റ്റ് രാവിലത്തെ വെയിലിങ്ങനെ ആ ജനലിൽ കൂടെ അത്രയ്ക്ക് അങ്ങോട്ട് ഇതാവാതെ ആണെങ്കിലും ശരിക്ക് ഇങ്ങനെ കരിഞ്ഞു പോകില്ല അത്. പക്ഷേ ഒരു ആവശ്യത്തിനുള്ളൊരു ലൈറ്റ് അതിന് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വേറെ 2 പരീക്ഷണങ്ങളും കൂടി ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഈ കാണുന്നത്. ഇത് അപ്പമാണ്, നമ്മുടെ റാഗിയും കൊണ്ട് ഉണ്ടാക്കിയ അപ്പമാണ് കേട്ടോ. അപ്പോൾ ഞാനിൻ്റെ റെസിപ്പിയൊന്നും ഇട്ടിട്ടില്ല, കാരണം റാഗിയൊന്നും എല്ലാവർക്കും വലിയ താല്പര്യമില്ല, ടേസ്റ്റൊന്നും എല്ലാവർക്കും ഒന്നും വലിയ പിടിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ റെസിപ്പി ഇട്ടിട്ടില്ല. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ ഇനി ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാമേ. അപ്പോൾ മൊത്തം റാഗി വേണ്ടെങ്കിലും നമുക്ക് റാഗി മൊത്തം എടുക്കാതെ അരിയും കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു റാഗിയുടെ ടേസ്റ്റ് മൊത്തത്തിൽ അങ്ങ് ഫീൽ ചെയ്യില്ല. എന്തായാലും ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതിന് ഞാനെപ്പോഴും ദോശ ഉണ്ടാക്കുമ്പോഴും അപ്പം ഉണ്ടാക്കുമ്പോഴും ഒക്കെ ഇതിപ്പോൾ ഞാൻ ദോശക്കല്ലിലാണ് കേട്ടോ ഈ അപ്പം ഉണ്ടാക്കിയെടുക്കണേ. ഒരു ചെറുതായിട്ടൊന്ന് നെയ്യാണ് കേട്ടോ ഗ്രേസ് ചെയ്യാറ്. എനിക്ക് ആ ടേസ്റ്റാണ് ഇഷ്ടം. എണ്ണ അധികം ഞാൻ അങ്ങോട്ട് ഉപയോഗിക്കാറില്ല. നമ്മുടെ കല്ല് പിടിക്കുകയൊന്നുമില്ല. ഇത് മാത്രം ഉണ്ടാക്കിയാൽ മതി. ചപ്പാത്തിക്കോ അങ്ങനെ ഒന്നും എടുക്കാതിരുന്നാൽ മതി, നന്നായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പം ഞാൻ എൻ്റെ അപ്പം എല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതുകൂടാതെ ഇന്നൊരു പരീക്ഷണം നടത്തുന്നത് മുട്ടയിലാണ് കേട്ടോ. മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുള്ള കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്.
അപ്പോൾ സാധാരണ മുട്ട പുഴുങ്ങിയതാണ് ഈ അപ്പത്തിന് ഉണ്ടാക്കാറ്. ഇന്ന് ഡിഫറെൻ്റായിട്ട് അങ്ങനെ ഉണ്ടാക്കി. കാരണം മുട്ട ഇവിടെ ഉണ്ടായിരുന്നില്ല. ഷൈച്ചേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ പിന്നെ പുഴുങ്ങിയിടാൻ സമയമില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ഒപ്പിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ ഹെൽത്തി ആയിട്ടുള്ള മുട്ടക്കറി, റാഗി, അപ്പമാണ്. അപ്പോൾ ഇനി നമുക്ക് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വ്ളോഗിൽ കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.